ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് ബ്രെഡ് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അത് കൈകൊണ്ട് തന്നെ എടുത്താൽ മതി. ഞാൻ എടുത്ത 4 ബ്രെഡും ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ചിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാവും. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോസ്, ബ്രെഡ്, ഒനിയന്, ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പൊടികൾ എല്ലാ സൈഡിലും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതുകൊണ്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കൈവെള്ളയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ എണ്ണ തേച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം. ആദ്യം നമ്മൾ കൈവെള്ളയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടാതിരിക്കും. കുറച്ച് മിക്സ് എടുത്ത് കയ്യിൽ വെച്ച് ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നമുക്കത് കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ബാക്കിയുള്ള മുഴുവൻ കട്ട്ലറ്റും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ തെറിച്ച് കയ്യിൽ വീഴാതെ ശ്രദ്ധിക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഒരു സൈഡ് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ആദ്യത്തെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തവി കൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ തവിയിൽ വെച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണ തെറിച്ച് വീഴത്തില്ല. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും എണ്ണ തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം.
നമ്മുടെ കട്ട്ലറ്റിൻ്റെ രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ ബ്രെഡ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്